ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ശനിയാഴ്ച നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യണം. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കർത്താവെ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവ് തിരുനാളിൻ്റെ മഹാദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തിരുവചനങ്ങൾ ഞങ്ങൾ വിശുദ്ധീകരിച്ചതിനും ശക്തീകരിച്ചതിനും ഞങ്ങൾ സ്വസ്ഥം ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ ജീവിത ആവശ്യങ്ങളെ ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് ശനിയാഴ്ചയായി ഇന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും നിങ്ങളുടെ ഉദ്യമങ്ങളെ, നിങ്ങളുടെ നിയോഗങ്ങൾ ഇപ്പോഴും മനസ്സിൽ പറയാവുന്നവർക്കും പറയാവുന്നതാണ്. കർത്താവിൻ്റെ മക്കൾ ഇപ്പോഴും മനസ്സിൽ ഓർത്ത നിയോഗങ്ങളുടെ മേലും അങ്ങനെ വിശുദ്ധമായ വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ദിവസങ്ങളിലെ ആ തിരുനാളിൻ്റെ യാതൊരുവിധ സന്തോഷവും തോന്നാത്ത ഒത്തിരിയേറെ കുടുംബങ്ങളുണ്ട് ഈശോയെ. പലരും തിരുനാൾ കഴിഞ്ഞിട്ട് തിങ്കളാഴ്ചയായി വന്നിട്ട് അവരെ ഇന്ന് ബാധിച്ചിരിക്കുന്ന വലിയ വിഷമതകളെ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ഉദ്യമങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും കണക്കൂട്ടുകയും ചെയ്യേണ്ട മക്കളുണ്ട് ഈശോയെ. അവർക്ക് ആവശ്യമായ ശക്തി, ബുദ്ധി, അതിനേക്കാളുപരി അവരെ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിന് ആവശ്യമായ ദൈവ പിന്തുണ അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മ ദേവമാതാവേ, ഏത് വിഷയത്തെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്, ഏത് വിഷയത്തെക്കുറിച്ചാണ് അവർ സങ്കടപ്പെടുന്നത്, ആരുടെ മറുപടിയെക്കുറിച്ചാണ് അവർ ഉത്കണ്ഠപ്പെടുന്നത്,
അങ്ങനെ ദൈവമേ നിന്നേക്കാൾ ഭീതി തോന്നിപ്പിക്കുന്ന, അങ്ങനെ തോന്നിക്കുന്ന വിഷയത്തിൽ മാനസികമായിട്ട് ഭീതി തോന്നിക്കുന്ന മക്കളെ അങ്ങനെ ഉന്നതമായ ശക്തിയാൽ അവർ കരുത്ത് പ്രാപിക്കുകയും അവരഭിമുഖീകരിക്കാൻ പോകുന്ന, സംസാരിക്കാൻ പോകുന്ന, ഇടപെടാൻ പോകുന്ന വിഷയങ്ങളുടെ മേലെ ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കുമെന്ന് അളിച്ച കർത്താവിൻ്റെ ദൂതൻ അവരുടെ കൂടെ പരിശ്രമിക്കുകയും അവർ മഹാസങ്കടത്തോടെയും ആശങ്കയോടെയും നോക്കിപ്പാത്തിരുന്ന വിഷയങ്ങളുടെ മേലെ അത് സംഭവിക്കുമ്പോൾ വളരെയേറെ സന്തോഷം തോന്നുകയും അങ്ങനെ ഉത്കണ്ഠപ്പെടേണ്ട ഒരു വിഷയമില്ലാത്ത രീതിയിൽ ദൈവം തന്നെ അവരുടെ കാര്യങ്ങളെ ഏറ്റെടുക്കുകയും ചെയ്യാൻ, ഏറ്റെടുത്ത പോലെ അവർക്ക് അനുഭവിക്കാൻ അവർക്ക് ഇടവരുത്തട്ടെ എന്ന് കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം വീണ്ടും മൗനമായി നിങ്ങളുടെ ഇന്നത്തെ മാനസിക അവസ്ഥകൾ, സങ്കടങ്ങൾ, കുടുംബത്തിൻ്റെ പ്രത്യേക ദുരന്തങ്ങൾ മനസ്സിലോർത്ത് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബ വിഷയങ്ങൾ, മാനസിക അവസ്ഥകൾ സമർപ്പിച്ചുകൊണ്ടേയിരിക്കണം. രോഗപ്പെട്ടവർ, ഭീതിപ്പെട്ടവർ, പലതരത്തിൽ വിഷമം അനുഭവിക്കുന്നവർ, പല ക്ലേശങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവർ, സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നവർ, ഇനി വരാൻ പോകുന്ന കേസുകൾ, അതുപോലെ ഒത്തുതീർപ്പിൻ്റെ സാഹചര്യങ്ങൾ, നിങ്ങൾക്ക് ലഭിക്കേണ്ട ഔദാര്യങ്ങൾ, അതേസമയം തന്നെ മറ്റുള്ളവർ നിങ്ങളിൽ നിന്ന് വാങ്ങിച്ചെടുത്തിട്ട പണം, അതും അതില്ലാത്തതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കിയിരിക്കുന്ന സങ്കടങ്ങൾ, അതുപോലെ അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ എല്ലാം കൊണ്ട് ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചിന്തിക്കുന്ന കാലത്ത് പോലും ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ മറ്റ് പല കാര്യങ്ങളെ ഓർത്തുകൊണ്ട് വേവരാതി കൊള്ളേണ്ടി വരേണ്ട ആ എല്ലാ സാഹചര്യങ്ങളും യേശുക്രിസ്തു നാമത്തിൽ ഇപ്പം നീങ്ങിപ്പോട്ടെന്ന് കൽപ്പിക്കുന്നു. നിത്യം പിതാമ്പുത്രൻ പരിശുദ്ധാമേശ്വരേശ്വരൻ നീക്കുവാമേ. ഉയർപ്പിൻ്റെ ആ ഭാഗങ്ങളിലൊന്നും അമ്മയില്ല. അമ്മയ്ക്ക് ഉയർപ്പിനെക്കുറിച്ച് ഭയങ്കരമായ കർത്താവിൻ്റെ കപടത്തെക്കുറിച്ചും വിജയം വരിച്ച മരണത്തെ വെന്ന് ജീവനെ പുനരുദ്ധരിച്ച ലോകത്തിന് പ്രത്യാശയുടെ പുതിയ വാതായനം, പ്രകാശവാതിൽ തുറന്നിട്ട ആ വിഷയത്തെക്കുറിച്ചൊക്കെ അമ്മയ്ക്ക് വളരെ കൃത്യമായ ആലോചനയും അഗാധമായ ബോധ്യങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് സുവിശേഷം പോലും ഈ ദിവസങ്ങളിൽ അമ്മയെ പിന്നീട് സംസാരിക്കാൻ അനുവദിക്കാത്തത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ എന്നേക്കും വലിയവനായിരിക്കും, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ലെന്ന് അമ്മയോടാണ് പറഞ്ഞത്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 33-ാം വാക്യം. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. പിലാത്തോസ് അതാണ് പറഞ്ഞത്. പിലാത്തോസിനോട് പറഞ്ഞായിരുന്നേ, യഹൂദന്മാരെ, അവൻ യഹൂദന്മാരുടെ രാജാവാണെന്നല്ല, മറിച്ച് താൻ യഹൂദന്മാരുടെ രാജാവാണെന്ന് അവൻ പറഞ്ഞു എന്ന് എഴുതണമെന്ന്. പക്ഷേ പിലാത്തോസ് എഴുതി വച്ചിരിക്കുന്നത് യേശു നസ്രേനെ രഹസ്യുദയൂരു എന്നാണ്. എന്താ എഴുതിയിരിക്കണത്? അവൻ യഹൂദന്മാരുടെ യേശു യഹൂദന്മാരുടെ രാജാവാണ് എന്നാണ്. അപ്പോൾ പിലാത്തോസ് പറഞ്ഞ് അത് എഴുതപ്പെട്ടതാണ്. വട്ട് ഐ ഹാവ് റിട്ടൺ ഈസ് റിട്ടൺ എന്ന് വെച്ചാൽ അങ്ങേര് എഴുതിയെന്നല്ല, വട്ട് ഐ ഹാവ് റിട്ടൺ ഈസ് റിട്ടൺ എന്നാണ് ഇംഗ്ലീഷിൽ കിടക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വചനത്തിലുള്ളതാണ്, അത് അവനെക്കുറിച്ച് എഴുതിയിട്ടുള്ളതാണ്. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകത്തില്ലെന്ന്. അത് പിലാത്തോസ് പറയാതെ പറയുകയാണ്. ഈ പറയാതെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. മഹാപുരോഹിതനോട് കയ്യഫാസ് പറഞ്ഞില്ലേ, കയ്യഫാസ് പറഞ്ഞു, നിങ്ങൾക്കൊന്നും അറിയത്തില്ല, ജനങ്ങളുടെ പാപത്തിന് വേണ്ടി ഒരാൾ മരിക്കുന്നതാണ് നല്ലതെന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് ഉടനെ സുവിശേഷം പറയും, കയ്യഫാസ് ഇത് പറഞ്ഞത് അവൻ ആ വർഷത്തെ പ്രധാന പുരോഹിതനായിരുന്നു. ഈ ജനത്തിന് വേണ്ടി ഈശോ മരിക്കുന്നത് ദൈവനിശ്ചയമാണെന്നുള്ള തിരുവെഴുത്താണെന്നാണ് പറഞ്ഞത്. ഇതുപോലെ ഇവരെല്ലാം ഈ കർത്താവിൻ്റെ തിരുമരണത്തിന് ഇടയാക്കിയിട്ടുള്ള പ്രധാന കഥാപാത്രങ്ങളൊന്നായ കയ്യഫാസും പിലാത്തോസും ഒക്കെ അവർ പറയുമ്പോൾ പറയാതെ തന്നെ ദൈവജനങ്ങൾ അറിയാതെ പറഞ്ഞു പോകും. അത് തന്നെയാണ് പിലാത്തോസിന് സംഭവിക്കുന്നത്. ബട്ട് ഐ ഹാവ് റിട്ടൺ ഈസ് റിട്ടൺ.
മലയാളത്തേക്ക് തർജ്ജമ ചെയ്തപ്പോൾ ഞാൻ എഴുതിയത് തന്നെയെന്നല്ല, ആ എഴുതിയത് ആരാണ്? പിലാത്തോസ് എഴുതിയതല്ല, ഞാൻ എഴുതിയത് ദൈവം നേരത്തെ അവനെക്കുറിച്ച് എഴുതിയിരുന്നതാണെന്ന്. അപ്പം അത് തിരുത്താൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് തിരുത്താൻ പറ്റാത്ത സത്യങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നതാണ് മറിയം. അമ്മയുടെ മുഖ്യ വികാരങ്ങളിലൊന്ന് നിലപാട്, പോസ്റ്റർ. എന്നതിലൊന്നെന്താണ്? യേശുവിൻ്റെ അമ്മ. യേശുവിൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ സുവിശേഷം പറയും അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇപ്പോഴേ മാതാവിൻ്റെ ഹൃദയത്തിലെ യേശു എന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. മാതാവിൻ്റെ ഹൃദയം ഉയർത്തെഴുന്നേറ്റ് യേശുവിൻ്റെ കബറിടമാണ്, തുറന്നു കിടക്കുന്ന കബറിടമാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ മഗ്ദലന മറിയത്തെ പോലെ ഓടുന്നില്ല, വെളുപ്പിനെ എഴുന്നേറ്റ് സുഹൃത്തെ കൊണ്ട് ഉണ്ടാക്കുന്നില്ല. ഷീ ഈസ് നോട്ട് വാട്ട് ഹാപ്പൻഡ്. അതായത് അമ്മയ്ക്ക് അറിയാം, ഷീ നോസ് വാട്ട് ഹാപ്പൻഡ്. അതായത് എന്താണ് സംഭവിച്ചതെന്ന്, കല്ലറയിൽ സംഭവിച്ചതെന്ന് അമ്മയ്ക്കറിയാം. അതുകൊണ്ട് അവർക്ക് തിരക്കില്ല, വ്യഗ്രതയില്ല, സുഗന്ധക്കുട്ടുകൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അമ്മ എന്ന് ഹൃദയത്തിൽ സംഗ്രഹിച്ച് വിശ്വാസം, പല കാര്യങ്ങളും വിശ്വാസം. എനിക്ക് പലപ്പോഴും തോന്നി, ഞാൻ യേശു കൈമാറ്റത്തിൻ്റെ വേണ്ടി പ്രത്യേകം അഭിഷേകം ചോദിച്ച് വാങ്ങിക്കുന്ന ഒരാളാണ്. എപ്പോഴും ഞാൻ അപ്പായി കാണുമ്പോൾ ചോദിക്കും, കർത്താവിനെ കൈമാറാൻ കരുത്ത് തരണേന്ന് നോക്കും. പക്ഷേ അപ്പായെ കൈമാറുന്നതിൻ്റെ നമുക്ക് ഒരു പരിധിയുണ്ട്. കൈമാറാൻ പറ്റണത് കൈമാറാൻ പറ്റാത്തതുകൊണ്ട്, ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ കൈമാറാൻ പറ്റുന്നതുകൊണ്ട്, പക്ഷെ കൈമാറാൻ പറ്റാത്തതുണ്ട്. അമ്മയുടെ ജീവിതത്തിലും ക്രിസ്തുവിനെ കൈമാറാൻ പറ്റുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ അവൻ കൈമാറി. കാനായിൽ അവൻ പറയുമ്പോൾ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അവൾ വലിയ ശനിയാഴ്ച മേരി മഗ്ദലനെ പോലെ ഓടി നടന്നൊന്നും ചെയ്യാതെ ഇരിക്കണം കണ്ടിട്ടില്ലേ? അത് കൈമാറാൻ പറ്റാത്ത വിശ്വാസത്തിൻ്റെ അഭൗമമായ ഒരു നിഗൂഢതയാണ്. ക്രിസ്തു ഒരേ സമയം തന്നെ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ക്രിസ്തു നമുക്ക് കൈമാറാൻ പറ്റത്തില്ല. കാര്യമില്ല. ചില കഠോരമായ സ്വരങ്ങൾ നമുക്ക് അതിൻ്റെ ഡെസിമേൽ നമ്മുടെ ചെവിക്ക് പിടികിട്ടത്തില്ലല്ലോ. അതുപോലെ ഒരു പ്രതിഭാസമാണ് ക്രിസ്തു. ഒരു ടൈം കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന സ്വകാര്യ ക്രിസ്തു അനുഭവത്തെ കൈമാറാൻ പറ്റത്തില്ല. അതിൻ്റെ ആദ്യ രൂപമാണ് അമ്മ. അപ്പോസ്തലന്മാരെ 2 പേരായിട്ട് വിടുമ്പോൾ ഈശോ കൊടുക്കുന്ന നിർദ്ദേശമാണത്. പോകുന്ന വഴിക്ക് നിങ്ങൾ ആരെയും അഭിവാദനം ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇളിച്ച് കാണിക്കരുതെന്ന്. എന്നുവെച്ചാൽ ആൾക്കാരുമായിട്ട് ആവശ്യമില്ലാതെ കോംപ്രമൈസ് വെക്കരുതെന്ന്. കാരണം ദൈവം നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ കണ്ട വായി നോക്കിയുള്ളതായിട്ട് നമുക്ക് കോംപ്രമൈസിൻ്റെ ആവശ്യമില്ല. അതാണ് അത് ഭയങ്കര. അതായത് നമ്മളൊരു മാനുഷ്യമായ കാര്യങ്ങൾക്ക് പോകുകയല്ല, ഒരു ദൈവികമായ കാര്യങ്ങൾക്ക് പോവുകയാണ്. ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അതിപ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ ഓഫീസിൽ പോയാലും വേറെ ഏത് ഓഫീസിൽ പോയാലും ജോമാല കയ്യിലെടുക്കും. പക്ഷേ നമ്മളെന്ത് ചെയ്യും? അനുമര്യ പറയണത് എന്താണ്? ഞാൻ ഇൻ്റർവ്യൂ ഓഫീസ് വരെ ആരോടും സംസാരിച്ചില്ല. എന്താ കാര്യം? എൻ്റെ കൂടെ കർത്താവുണ്ട്, അമ്മയുടെ കൂടെയാണ് യാത്ര ചെയ്യണത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വായിട്ട് നോക്കി നടക്കാൻ പറ്റത്തില്ല. അച്ചടക്കം, ആധ്യാത്മിക അച്ചടക്കമാണ്. അതായത് ഇവരൊക്കെ നിങ്ങളെ ഓരോ സാക്ഷ്യം പറയുമ്പോഴും ഈ പുഷ്പം പോലെയാണ് ഇവിടെ കയറിപ്പോണത്. ഇപ്പോൾ ഫെബ്രുവരി 18 ആൾ കയറിപ്പോകുന്നുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ ഇങ്ങനെ പെട്ടെന്നാണ് നടക്കുന്നത്. എല്ലാ വിഷയങ്ങൾക്കും പണ്ട് തോറ്റ സാധനമാണ്. 3 പ്രാവശ്യം തോറ്റതാണ്. 3 പ്രാവശ്യം തോറ്റപ്പോൾ അനുവിന് മനസ്സിലായി അവിടെ കപ്പാസിറ്റി അത്രയേ ഉള്ളൂ. 3 പ്രാവശ്യം തോറ്റു. അപ്പോൾ ഇനിയും 4-ാം പ്രാവശ്യം തോക്കാതിരിക്കാൻ വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷം ആ വ്യക്തിയിലുണ്ടാകുന്ന മാറ്റമാണ് വിഷയം. ആ വ്യക്തി ആകപ്പാടി അങ്ങ് ദൈവത്തെ നിറഞ്ഞ്, ദൈവത്തിൻ്റെ ഓഫറിംഗ് ആണല്ലോ. അതായത് നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, കുറേ വാഗ്ദാനങ്ങളുണ്ട്. ദൈവം ഉടമ്പടി സ്ഥാപിച്ചപ്പോൾ എന്നോട് ഉടമ്പടി ചെയ്യുന്നവൻ്റെ കൂടെ ഞാൻ വരും. 13:14. എന്തെന്നാൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയും ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും. ഇതാണ് സംഭവം. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ അതാണ് ഇവിടെ ആൾക്കാർ സഞ്ചാരി മാതാവ് എന്നൊക്കെ പറഞ്ഞത്. എന്താണ്? സഞ്ചരിച്ച് എത്തുന്ന അമ്മയാണ്. സഞ്ചരിച്ചെത്തും. ഓരോ വിഷയത്തിനും ആ വിഷയത്തിൻ്റെ സ്പോട്ടിലേക്ക് അമ്മ വരും. ആ വിഷയത്തിൻ്റെ സ്പോട്ടിലേക്ക് വരും. അതെന്താണ്? ഉടമ്പടി പ്രകാരം ദൈവം നമ്മളുടെ കൂടെ വരാമെന്ന് വാഗ്ദാനം തന്നിട്ടുള്ളതാണ്. ആ വാഗ്ദാന പ്രകാരമാണ് എല്ലാം. നമുക്കറിയാമല്ലോ, നമുക്ക് ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി അല്ലേ, ക്രിസ്തീയ ആധ്യാത്മികത അനുസരിച്ചുകൊണ്ട് നമുക്ക് ലഭിക്കണതെല്ലാം എന്ത് ലഭിച്ചാലും അല്ലേ,
അതായത് വീട് ഭാഗോടമ്പടി ചെയ്യണത്, അല്ലെങ്കിൽ വഴി കിട്ടണത്, അല്ലെങ്കിൽ വാഹനം വാങ്ങിക്കണത്, അല്ലെങ്കിൽ രോഗം സുഖപ്പെടുന്നത്, ഇങ്ങനെ ഭൗതിക മെയിൻ്റെനൻസിനായിട്ടുള്ള എല്ലാ വിഷയങ്ങളും നിത്യത വരെയുള്ള ആധ്യാത്മിക വിഷയങ്ങളെല്ലാം നമുക്ക് നൽകപ്പെടുന്നത് വാഗ്ദാനത്തിൻ്റെ രൂപത്തിലാണ്. അപ്പോൾ നിങ്ങൾ കൃപാസനത്തിൽ വരുമ്പോൾ ഒരു വാഗ്ദാന പേടകം കാണും. എന്താ കാര്യം? ഈ വാഗ്ദാന പേടകമാണ് ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത്. ദൈവമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം വാഗ്ദാന പേടകത്തിലൂടെ ആ വ്യക്തിക്ക് ലഭ്യമാകുന്നത്. ഈശോ ലോകത്തിലേക്ക് വന്നതും വാഗ്ദാന പേടകത്തിലൂടെയാണ്. പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലെ വാഗ്ദാന പേടകം എന്ന് അമ്മയെ വിളിക്കാൻ കാരണം എന്താ? നമ്മൾ പ്രാർത്ഥിയായാലും പ്രാർത്ഥിക്കത്തില്ലേ, വാഗ്ദാന പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പേടകത്തിൽ എന്താ ഉള്ളത്? അമ്മയുടെ ഉദരത്തിൽ ആരാണ് ഉരുവായത്? പുത്രൻ തമ്പുരാനാണ് ഉരുവായത്. അപ്പോൾ ആ കപ്പാസിറ്റിയിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ദൈവമായിട്ട് നമ്മൾ വാഗ്ദാനങ്ങൾക്ക് നമ്മൾ യോഗ്യരാകും. കാര്യം ഒരു വ്യക്തിയെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്ക് യോഗ്യമാക്കുന്നത് കവനൻ്റ് മാത്രമാണ്, വേറെ ഒന്നുമല്ല. ഇപ്പോൾ നമ്മൾ എന്തെല്ലാം തരത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ലോകത്ത് കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ആൾക്കാർ നിരങ്ങ് നേർച്ച നടത്തുന്നുണ്ട്, ഉരുളി നേർച്ച നടത്തുന്നുണ്ട്. പക്ഷേ ഇവരാരും ഉടമ്പടി പ്രകാരമല്ല, അതൊരു അനുഷ്ഠാന വിധി പോലെ നേർച്ചയായിട്ട് ചെയ്യണതാണ്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള അതിൻ്റെ ഫലം. പക്ഷേ എപ്പോഴും നമ്മൾ ചെയ്യണത് അവകാശത്തിൻ്റെ ബേസ്മെൻറ്റിലാണ് ചെയ്യണത്, ആനുകൂല്യത്തിൻ്റെ ഔദാര്യത്തിൻ്റെ ബേസ്മെൻറ്റിലല്ല ചെയ്യണത്. ക്രിസ്ത്യാനിറ്റി വർക്ക് ചെയ്യണത് ഒരു ബൈലാറ്ററൽ ഇൻ്റർപേഴ്സണൽ റിലേഷനിലാണ്, ദൈവമായിട്ടുള്ള ബന്ധമാണ്. ദൈവമായിട്ട് ബന്ധം വരുമ്പോൾ എന്ത് പറ്റും? ദൈവത്തിനെ പോലെ തന്നെ ഇത് ലൈറ്റ്നിങ് സ്പീഡിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യും. അതായത് ആടിപ്പാടി വല്ലപ്പോഴും കൂടി നടക്കേണ്ട കാര്യങ്ങളൊക്കെ സ്പീഡായിട്ട് നടക്കും. ഇപ്പം നമുക്കൊരു ശത്രുത ഉണ്ടെന്ന് വിചാരിച്ചോ, ഒരു വ്യക്തി അയൽവാസി നമുക്ക് ശത്രുതയാണ് എപ്പോഴും നമ്മൾ കാണിക്കുന്നത്. കാര്യം ഒരു കാര്യം വേണ്ട, നമ്മളൊരു ഉയർന്ന നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ മറ്റുള്ളവർ മോന്തൊക്കെ തെളിയാത്ത ഒരു അവസ്ഥ വരും. അവരോട് ഇങ്ങനെ യുദ്ധത്തിലൊന്നും പോകണ്ട. പക്ഷെ ഒരു കാര്യമുണ്ട്, കർത്താവ് പറഞ്ഞിരിക്കുന്നത് നഷ്ടപ്പെടുത്തരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശത്രുവിനെ നിങ്ങൾ നേടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നഷ്ടപ്പെടുത്തുന്നതിന് ആർക്കും സാധിക്കും അല്ലേ? ഒരാളെ നഷ്ടപ്പെടുത്താൻ ആർക്കും സാധിക്കും. ഈശോ എന്താ പറഞ്ഞത്? അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾ നേടും. ഈശോ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ശത്രുവിനായിക്കഴിഞ്ഞാൽ, അപ്പം ശത്രു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് വിദ്വേഷം ഉണ്ടാകും, വേര് വളർന്നുണ്ടാകും, അശുദ്ധമായ വ്യക്തിയാകും അല്ലേ? അങ്ങനെ കുറേ സംഭവങ്ങൾ ശത്രുതയിലുണ്ട്. വിദ്വേഷമുണ്ട്, അശുദ്ധിയുണ്ട്. ഹെബ്രായ ലേഖനം 12-ാം അധ്യായം അനുസരിച്ചുകൊണ്ട് വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് അശുദ്ധരാകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. എന്നാൽ അവർ നിങ്ങളോട് വിദ്വേഷം കാണിച്ചപ്പോൾ നിങ്ങളും വിദ്വേഷം കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ അശുദ്ധരായി. അപ്പോൾ അശുദ്ധരായി കഴിഞ്ഞുള്ള കുഴപ്പം എന്താണ്? കണക്ഷൻ പോവും, ദൈവമായിട്ട് കണക്ഷൻ പോവും. അതുകൊണ്ട് മറ്റുള്ളവർ വിദ്വേഷം കാണിച്ചാലും നമ്മൾ അങ്ങനെ കാണിക്കരുത്. എന്താ കാര്യം? നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നിലനിൽക്കണം. അവൻ്റെ മുമ്പിൽ ജയിച്ചാൽ പോരാ. അവൻ ചത്തുപോകുന്ന ആളാണ്. 10-50 കൊല്ലം 10-20 കൊല്ലം കൂടി ജീവിച്ചിരിക്കുകയുള്ളൂ. അത് കഴിയുമ്പോൾ അവനും ചാകും, നമ്മളും ചാകും. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഈ നീർക്കോലിയൊക്കെ കടിക്കുമ്പോൾ അത്താഴം മുടങ്ങുന്ന കാര്യം ഉറപ്പാണ്. എന്താ കാര്യം? അത്താഴം എന്ന് പറയുന്നത് എന്താ? സ്വർഗീയ വിരുന്ന്, നിത്യത. ഈ നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും നമുക്ക്. എന്നുവെച്ചാൽ അത്താഴം ഈ ശത്രു അവൻ നമ്മളെ ഒരു കാര്യമില്ല. കാര്യം അവൻ വഴി കെട്ടി കിടക്കുന്നു, വഴി കൊണ്ടുപോയി അഡ്വാൻസ് കൊടുക്കുന്നു. എന്തിനാണ്? നമ്മൾ കാറ് മേടിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ആ വഴി വിലക്കെടുത്തിട്ട് നമ്മൾ കാറ് വാങ്ങിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. അവന് ആവശ്യമില്ലെങ്കിലും പോയി അഡ്വാൻസ് കൊടുത്തിട്ട് നമ്മളോട് നമ്മൾ ആ വഴി വിലക്ക് മേടിക്കാൻ ചെല്ലുമ്പോൾ പറയും, അയ്യോ അത് വിറ്റുപോയില്ല, അത് പറഞ്ഞില്ല, അതൊക്കെ ഞാൻ അങ്ങനെ തരേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ കുറച്ച് ആരാണത് ചെയ്തതെന്നൊക്കെ അറിയാം. അപ്പോൾ നമുക്ക് വിദ്വേഷം ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഓരോ വ്യക്തികളെക്കുറിച്ചും നമുക്ക് വിദ്വേഷം ഉണ്ടാകും. പക്ഷേ എന്താണ് വചനം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, വിദ്വേഷത്തിനൊരു കുഴപ്പമുണ്ടാകും. ഈ ആലിനെ പോലെയാണ് ഈ വിദ്വേഷം. ആലെന്ന് പറഞ്ഞുകൊണ്ടല്ല, ഈ സാധനത്തിൻ്റെ കൊമ്പ് വെട്ടിയാലും വേരിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. ആൾക്കാർ എപ്പോഴും ചെയ്യണത് എന്താണ്? കൊമ്പ് വെട്ടും. ഇപ്പോൾ ഞാനും എൻ്റെ കടുതിരി പള്ളിയിൽ വലിയൊരു ആല് നിൽപ്പുണ്ട്. ആ ആലിന് ഞാനവിടെ സ്ഥിരമായിട്ട് താമസിച്ചിരുന്ന സമയത്തൊക്കെ എപ്പോഴും രസം ഒഴിപ്പിക്കും, മുകളിൽ കയറ്റി മണ്ണെണ്ണ ഒഴിപ്പിക്കും. എന്നിട്ട് ശിഖരമെല്ലാം വെട്ടി കളഞ്ഞിട്ട് രസം ഒഴിപ്പിക്കും, മണ്ണെണ്ണ ഒഴിപ്പിക്കും. കുറച്ച് കഴിയുമ്പോൾ 2 മാസം കഴിയുമ്പോൾ പിന്നെയും ആല് ഇലയൊക്കെ പിടിച്ച് നിൽക്കും. എന്താ കാര്യം? അതിൻ്റെ വേര് വളരുന്നുണ്ട്. വേരിനങ്ങനെ കുഴപ്പമുണ്ട്, അത് വളർന്നുകൊണ്ടിരിക്കുക എത്ര അറ്റത്തുനിന്നായാലും. അപ്പോൾ വിദ്വേഷത്തിനൊരു പ്രശ്നമുണ്ട്. നോ കോൺടാക്റ്റ് ഇല്ലെങ്കിലും വേര് വളർന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ നിനക്ക് ശത്രുത ഉണ്ട്, ഓഫീസിലാകാം, അല്ലെങ്കിൽ നീ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലാകാം, ശത്രുത ഉണ്ടാകുമ്പോൾ എപ്പോഴും നീ മനസ്സിലുണ്ടാകണം, ഈശോ പറഞ്ഞിരിക്കുന്നത് അവൻ പറയണ പോലെയല്ല നമ്മൾ ജീവിക്കണം, അതിലെ ഉടമ്പടി. അപ്പോൾ ഈശോ പറഞ്ഞിരിക്കുന്നത് ഇവനെ നേടണമെന്നാണ് പറയുന്നത്, ഇവനെ നഷ്ടപ്പെടുത്തരുത്. എനിക്കും നഷ്ടപ്പെടരുത്, ഈശോയ്ക്കും നഷ്ടപ്പെടരുത്. അതാണ് വിഷയം. കാര്യം നമുക്ക് നഷ്ടപ്പെടുത്താനാണെങ്കിൽ ഈസിയാണ്. ഇവൻ എന്തെങ്കിലും നമ്പർ കാണിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവരാണ്ട് ഒരു കേസ് കൊടുത്താൽ മതി. കേസ് എന്ന് പറയുമ്പോൾ അറിയാമില്ല, മിക്കവാറും കള്ളക്കേസായിരിക്കും. നമ്മളിവനെന്നെ നോക്കി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കൊടുക്കുക, അല്ലെങ്കിൽ തല്ലാൻ പോയി, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഓരോ കാര്യം പറഞ്ഞ് കേസ് കൊടുക്കണം. പോലീസ് പറയും ഇതൊന്നും നിലക്കത്തില്ല. ഒരു 10-12 ദിവസമെങ്കിലും ഇവന് റിമാൻഡിൽ കളയണമെന്നുണ്ടെങ്കിൽ
വ്യത്യസ്തമായ ക്ലോസുകൾ അതിനകത്ത് ഇടണം, അതനുസരിച്ച് ഇടാൻ പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എന്നാൽ സാറേ ഇടാൻ പറയും. അപ്പോഴേ ഇവനെ ഒന്ന് വിളിച്ച് വരട്ടണമെന്നുണ്ടെങ്കിൽ ക്ലോസ് ചേർക്കണം. ക്ലോസ് ചെയ്യുമ്പോൾ അവൻ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെക്കേണ്ടി വരും. അപ്പോൾ ആരശുദ്ധനായി? നമ്മൾ അശുദ്ധനായി. കാര്യം പുരുഷന് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ പുരുഷന് ചില കേസ് നിലനിൽക്കത്തില്ല. എസ് എടുത്ത് കൊണ്ടേ കേസ് കൊടുക്കണ്ടേ, അപ്പോൾ ഇതെന്നെ വാ എന്ന് പറയും, പോലീസിന് ഏഡിനോടൊക്കെ പറഞ്ഞു കളയും. അപ്പോൾ എന്താ പറയുക, ഏഡിന് പറ്റുന്ന രീതിയിലേക്ക് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി നിയമത്തിൽ അകത്ത് പോകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കും. അപ്പോൾ നുണ പറയുന്നതോടുകൂടി നമ്മൾ അവിടെ നുണ പറയേണ്ടി വരും. പക്ഷേ അപ്പം നുണ പറഞ്ഞു ഒപ്പിടും. അപ്പോൾ ഇപ്പം ഇത്രയും നാളും നമ്മൾ നേടിയത് ഒക്കെ ഇത് വളരെ, അതായത് ദൈവമായിട്ടുള്ള യാത്ര വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാര്യം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ശത്രുവിനെ അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ശത്രുവിനെ നിങ്ങളെ നേടി. ഉദാഹരണത്തിന് ഈശോ എന്താണ്, നിൻ്റെ ഇടത് കരണത്തടിക്കുന്നതിന് വലത് കരണം കൂടി കാണിച്ചു കൊടുക്കാൻ പറയും. അത് കാണിച്ചു കൊടുക്കാൻ പറയുന്നത് നമ്മളോട് ഒരെണ്ണം കൊണ്ട് ചെല്ലണമെന്നല്ല എൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ അവനോട് തിരിച്ച് ആക്രമിച്ച് ആക്രമത്തിൻ്റെ രീതിയിലേക്ക് പോയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റേതായിട്ടുള്ള രീതികളുണ്ടാകും. നമ്മളത് ജയിക്കുകയും ചെയ്യും, കോടതിയിലും ജയിക്കും. എത്ര പേരാണ് ശിക്ഷിക്കപ്പെടുന്നത്? പക്ഷേ ആളെ നമുക്ക് നഷ്ടപ്പെടും. നീ ക്രിസ്ത്യാനിയായിട്ട് പിന്നെ ഇങ്ങനെ നടന്നിട്ട് കാര്യമൊന്നുമില്ല. ദൈവം എന്താ കാര്യം? കർത്താവ് അവസാനം വരെ നേടാൻ നോക്കിയ ആളാണ്. അവസാനം വരെ ശത്രുവിനെ അവസാനം വരെ നേടാൻ നോക്കിയതാണ്. കാര്യം ഈ ഒടുക്കത്തത്താഴ്ത്തിൻ്റെ ഈശോ അപ്പം എടുത്തിട്ട് കുർബാന സ്ഥാപിക്കണതിന് മുമ്പ് അപ്പം ജൂഡാസിന് കൊടുത്തിട്ട് പറയും, നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യാൻ പറയും. എന്ന് വെച്ചാൽ ഈശോയ്ക്കറിയാം ഒറ്റിക്കൊടുക്കാൻ വേണ്ടി ആൾ റെഡിയായിട്ടിരിക്കണം, ഇവിടുന്ന് പോകാനിരിക്കണമെന്ന് പറയും. പക്ഷെ ആ ചെയ്യാൻ അത് ഈശോ ഒരു പരിഭവമായിട്ടോ അല്ലെങ്കിൽ നിരാശയായിട്ടോ അല്ലെങ്കിൽ ദേഷ്യമായിട്ടോ ഒന്നുമല്ല പറയണത്. വളരെ നല്ല മോഡി ലാംഗ്വേജിലാണ് പറയണത്, നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യാൻ. നമ്മളത് വായിക്കണത് കുളമാക്കിയാണെന്നേ ഉള്ളൂ. മോന്ത കർപ്പിച്ചാൽ നമ്മൾ വായിക്കണം, നീ ചെയ്യാനുള്ള വേഗം ചെയ്യാൻ കർത്താവ് പറഞ്ഞത് വളരെ എന്താണെന്ന് വെച്ചാൽ, കർത്താവ് അങ്ങനെ വളരെ നേക്കായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്രോസിന് കാര്യം പിടികിട്ടും. പത്രോസിന് എങ്ങാനും കാര്യം പിടിയിട്ട് പത്രോസ് അവിടെ ഇട്ട് അടിക്ക് വരാം. അത് കാരണം യൂദാസിനെ രക്ഷിക്കുക എന്ന ഉദ്ദേശത്തിൽ പത്രോസ് വിചാരിച്ചു ഈ പെസഹയ്ക്ക് ആവശ്യമായ എന്തോ വാങ്ങിക്കാൻ വേണ്ടി കാശ് കൊടുക്കുകയാണ്, അനുവാദം കൊടുക്കുകയാണെന്ന്. അപ്പോൾ രക്ഷപ്പെട്ടതാണ്. അത് വെച്ചാൽ അവസാനം വരെ യൂദാസ് നേടാൻ വേണ്ടി നോക്കിയതുകൊണ്ടാണ് യൂദാസിന് സങ്കടം കയറി ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ വെയിറ്റ് ചെയ്താൽ മതിയായിരുന്നു. അതായത് യൂദാസിനെ സംബന്ധിച്ചിടത്തോളം ഒരു 72 മണിക്കൂർ എൻ്റെ ഒരു മിസ്സിങ്ങാണ് സംഭവിച്ചിരിക്കുന്നത്. 72 മണിക്കൂർ കൂടി അവൻ മരിക്കാതെ നിന്നിരുന്നെങ്കിൽ ഈ തോമാസ് ലീഹാനെ വിളിച്ചതുപോലെ അവനെ വിളിച്ചേനെ ഈശോ. കാര്യം അത് ഈശോയാണ്, ഈശോക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഈശോ എൻ്റെ മക്കളെ ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ലെവലിലോട്ട് വരണം. എന്താ പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈശോ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്താണ്? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന് വെച്ചാൽ എന്താ പ്രശ്നം അറിയാമോ? വയ്യാവേലിക്ക് ചെന്ന് വള്ളിക്കെട്ടിനൊക്കെ തലവെച്ച് കൊടുത്താൽ നമ്മുടെ പെടറിയും ഞെട്ടിക്കൊണ്ട് അവർ പോകും. അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവരുത് എന്നാണ് ഈശോ പറയണത്. അതായത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രൊട്ടക്ഷൻ വേണം. ഞാൻ എൻ്റെ പ്രവർത്തകരെ എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യും. രാത്രി പ്രാർത്ഥിക്കാൻ 2 മണിക്ക് രാത്രി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എൻ്റെ റൈറ്റ് ഹാൻഡായിട്ടുള്ള എല്ലാ പ്രവർത്തകരും അവരുടെ കുടുംബങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യും, മാതാവിനെ ഏൽപ്പിക്കും. അപ്പോൾ എന്താ സംസാരം അതെന്ന് വെച്ചാൽ അവരുടെ ഒന്നാമത്തിലെ അങ്ങനെ ഓരോ എത്രയോ വർഷങ്ങളായിട്ട് നിൽക്കുന്നവരുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ അവരുടെ കൃപ പോയിക്കുക. അവരെല്ലായിടത്തും അവരുടെ വീട്ടിൽ വല്ല പ്രശ്നം ഉണ്ടായി വല്ല അടിപിടിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരതിൻ്റെ അകത്ത് നിന്നിട്ട് തലവെച്ച് കൊടുത്താൽ പിന്നെ അവർക്ക് കോടതിയായി കേസായി, പിന്നെ രോഗമായി, പിന്നെ അസ്വസ്ഥയായി, കൃപ പോയി, പ്രാർത്ഥന പോയി, എല്ലാം പോലെ. അപ്പോൾ ഇത് എല്ലാം പോയി ചെയ്യും. പക്ഷേ നമ്മളെപ്പോഴും ഓർക്കേണ്ട ഇതാണ്, ഞങ്ങൾ ദിവസം പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, കുർബാന സ്വീകരിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളെന്തോ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ധാരണയിലിരിക്കരുത്. മറിച്ച് ദൈവമായിട്ടുള്ള എല്ലാ വിഷയങ്ങൾക്കും ഇതുപോലെ പേഴ്സൺ ടു പേഴ്സൺ ഈച്ച് ആൻഡ് എവരി സബ്ജക്റ്റ് ഡീലിൽ നിൽക്കണം. ഡീൽ ഓർ നോട്ട് ഡീലാണ്, അതായത് ഡീലിലാണ് നിൽക്കേണ്ടത് എപ്പോഴും. കർത്താവിൻ്റെ അടുത്ത് കർത്താവിൻ്റെ രീതി അനുസരിച്ച് ഇത്രയും നാളെ ഞാൻ കർത്താവിൻ്റെ കൂടെ നടന്നപ്പോൾ എനിക്ക് മനസ്സിലായത്, നമ്മൾ ചോദിക്കുന്നതാണ് കർത്താവിന് എപ്പോഴും നല്ലത്. തന്നുകൊള്ളും കർത്താവ് നമ്മുടെ കാര്യങ്ങൾക്ക് അറിയാമല്ലോ. അത് ചില പൊട്ടന്മാരെ സീറോ ക്രിസ്ത്യൻസ് ഉണ്ട്. സീറോ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് എന്താണ്? കർത്താവിനെക്കുറിച്ച് ഒരു ഗന്ധമില്ലാത്തവർ. അതാണ് സീറോ ലെവലെന്ന് പറയുന്നതല്ലേ, 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിനെക്കുറിച്ചൊരു ഗന്ധവുമില്ലാത്തവർ. പക്ഷെ അങ്ങനെയല്ല ഈ സംഭവം. അതായത് നമ്മൾ എങ്ങനെയൊക്കെ ജീവിച്ചാലും നമുക്ക് ചില സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകും. പക്ഷേ കയ്യിൽ നിന്ന് വിട്ടുപോയ ഇഷ്യൂസ് ഉണ്ടാകാനല്ല പ്രശ്നം, നമ്മളതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, അതാണ് വിഷയം. ഇപ്പം എങ്ങനെയാണ്, ഇപ്പം നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു,
ചോദ്യമില്ലേ? ഒന്ന് സ്തുതിച്ച മക്കളെ. യേശുവേ സ്വസ്ഥം. ഹല്ലേലൂയ. ചില എപ്പോഴും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കുഴപ്പം എന്തറിയാവോ? അതായത് നമ്മുടെ ആധ്യാത്മിക വളർച്ചയെ തകർത്ത് കളയുന്ന ഒരു വലിയ കാര്യമുണ്ട്. അതായത് ഇപ്പം നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന നിയമം ഞാൻ ചോദിക്കും. ഈശോ എന്നെ പറയണത് നിയമത്തിൽ എന്തെഴുതിയിരിക്കുന്നു? 10:26 ലുക്കാൻ്റെ സുവിശേഷം 10:26. അവൻ ചോദിച്ചു, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? ദാറ്റ് മീൻസ് വിശുദ്ധ ഗ്രന്ഥത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു അതല്ല പ്രശ്നം. അവിടെ എന്തെഴുതിയാലും വാട്ട് യു റീഡ്, നീ അത് എന്ത് വായിക്കുന്നു അത് നിൻ്റെ പേഴ്സണൽ വിഷയമാണ്. നിയമത്തിൽ എന്ത് എഴുതിയാലും നീ അതെങ്ങനെയാണ് ആ വചനങ്ങളെ കൈകാര്യം ചെയ്യണത്? ഇതൊരു വല്ലാത്ത ഒരു തലവേദന പിടിച്ച പരിപാടിയാണ്. കാര്യം നമ്മൾ ദൈവവചനത്തിലൊക്കെ എന്തെല്ലാം ഉണ്ടെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ നമുക്കൊരു ഇഷ്യൂ ഉണ്ടായിക്കഴിയുമ്പോൾ നമ്മളത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യണത്? ഇപ്പോൾ നമുക്കൊരു മൂത്ത കുട്ടിയുണ്ട്, ഇളയ കുട്ടിയുണ്ട് നമുക്ക്, അല്ലേ? അപ്പോൾ ഇളയ കുട്ടിക്ക് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പ്രസവിച്ചില്ല. പിന്നെ 9 വർഷം കഴിയുമ്പോഴാണ് പ്രഗ്നൻ്റ് ആകണത്. ചിലപ്പോൾ അറിയാതെ ആവും, അവർ ഉദ്ദേശിച്ച് കാണത്തില്ല, പക്ഷേ അവർ പ്രഗ്നൻ്റ് ആവും. ഈ പ്രഗ്നൻ്റ് ആകുന്നതോട് കൂടി ഈ അപ്പൻ്റെ അമ്മയുടെ ലക്ഷണം മാറും. എന്താ? മൂത്ത കുട്ടി എന്നാ വിചാരിക്കും? അപ്പോൾ ഇവർ വന്നത് നമുക്ക്, അപ്പോൾ അവർക്ക് തമ്മിൽ അറിയാൻ പാടുള്ളൂ, ഇത് നമുക്ക് കളഞ്ഞേക്കാമെന്ന് പറയും. അപ്പോൾ എന്താ പറയുക? അപ്പോൾ ചിലർ എന്താ വിചാരിക്കണത്? മൂത്ത കുട്ടിയാണ്, ആര് വിചാരിച്ചാൽ എന്നാ കാര്യം, ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ, നമ്മൾ വളർത്തും, അടിപൊളിയായിട്ട് വളർത്തും, ആ മൂത്തോളെ കൊണ്ട് ഇതിനെ വളർത്തിക്കും നമ്മൾ. അപ്പോൾ ഓരോ വിഷയം ആൾക്കാർ കൈകാര്യം ചെയ്യുന്ന രീതി കണ്ടില്ലേ? അപ്പോൾ നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? ചില ആൾക്കാർ പറയും നീ അതെങ്ങനെ വായിക്കുന്നു? കർത്താവിൻ്റെ വചനത്തിൽ എന്ത് എഴുതിയാലും ഓരോ അവന്മാർ വായിക്കണത് അവനവൻ്റെയൊക്കെ സ്വന്തം രീതി അനുസരിച്ചാണ്. അതാ വിഷയം. നിയമത്തിൽ എഴുതിയിരിക്കണമല്ല പ്രശ്നം. ദൈവത്തിൻ്റെ വചനത്തിൽ എന്ത് എഴുതിയാലും ഓരോരുത്തരും അവരുടെ സൗകര്യം അനുസരിച്ചുകൊണ്ട് ഈ സാധനം വായിക്കും. അതോടുകൂടി പണിയും കിട്ടും. പണി കിട്ടണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ? ഒരു 1.5 പണിയാണ് കിട്ടാൻ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഏണിയും പാമ്പും കളി പോലെയാണ്. ഏണിയും പാമ്പും കളി പോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഞാൻ എപ്പോഴും പറയാം, ആധ്യാത്മിക ജീവിതമൊന്നുമല്ല, സ്നേക്ക് ആൻഡ് ലാഡറായിട്ടുള്ള കളിയാണ്. പക്ഷേ നമ്മളിപ്പോൾ 46 ഒരു ഏണി ഇരിപ്പുണ്ട്, ഇല്ലേ? 46 ഏണി എങ്ങോട്ട് കിടക്കണത്? 97 ഇരിക്കണം. ഏണിമ്പാമ്പ് കളിയിൽ 46 ഏണി ഇരിക്കണത്, അത് 97 ഇരിക്കുന്നത്. 46 നമ്മൾ ചെന്നാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കയറി മുന്നോട്ട് പോകും. ആധ്യാത്മിക വളർച്ച അങ്ങനെയാണ് സംഭവിക്കുന്നത്. പെട്ടെന്നൊരു വളർച്ച വരും നിൻ്റെ ഒരു നിലപാട് കാരണം, നിൻ്റെ ഒരു നല്ല നിലപാട് കാരണം. എന്നുവെച്ചാൽ നിനക്ക് നേരിട്ട് അവകാശവും ഓഹരിയില്ലാത്ത ഉത്തരവാദിത്വം ഇല്ലാത്തൊരു വ്യക്തിക്ക് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ നീ അവർക്ക് ആശുപത്രി കൊണ്ടുപോയോ അല്ലെങ്കിൽ അവർക്ക് സന്ധിപ്പ് കൊടുക്കുകയോ ചെയ്താൽ പെട്ടെന്ന് നിൻ്റെ ഏണി 46 97 കയറും. അപ്പം 90 കഴിയുമ്പോൾ അപ്പം നമുക്ക് അതനുസരിച്ച് നീ അത് ലിഫ്റ്റിംഗ് നിനക്ക് കിട്ടും. ലിഫ്റ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ വരുന്നൊരു വിഷയം, പിന്നെ നമ്മൾ ലിഫ്റ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിക്കണം. കാരണം എന്താണ്? ഇനി ഒന്ന് വീഴാൻ പാടില്ല. ഈ പുള്ളിയില്ലേ, പുള്ളി 97 ഇരിക്കുകയാണ്. അപ്പോൾ ഇനി 3 വീണാൽ 100 വരും. പക്ഷെ 1 വീണാൽ എന്താ പറ്റുക? 98 ഇരിക്കുക. അവിടെ പാമ്പ് ഇരിപ്പുണ്ട്. പാമ്പിനൊക്കെ പറഞ്ഞാൽ വിഴുങ്ങിയിട്ട് നമ്മളെ കൊണ്ടുവന്ന് 2 വെക്കും. ദാറ്റ് മീൻസ് ഒരു തീരുമാനം എടുക്കുന്നതിൽ പെശകിയ. അപ്പോൾ ഇതിൻ്റെ അയൽവാസിയുടെ ശത്രുത തന്നെ. അവനൊന്ന് കുരുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോഴതിന് നീ ക്രിസ്ത്യാനി ആകണമെന്ന് നിർബന്ധമില്ലല്ലേ കെട്ടിയെടുത്ത്. നിൻ്റെ ശത്രുവിനെ കുരുക്കാൻ തീരുമാനിച്ചാൽ അതിന് നീ ക്രിസ്ത്യാനി ആകണമെന്ന് ഒരു നിർബന്ധമില്ല. അജ്ഞാനികൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കർത്താവിനെ അറിയാൻ പാടില്ല. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ എന്താണ്? യേശുവിനെ ദൈവരഹസ്യങ്ങൾ അറിയാവുന്നവനെന്ന് എൻ്റെ അർത്ഥം. ദിവ്യരഹസ്യങ്ങൾ അറിയാവുന്ന സംബന്ധിച്ചിടത്തോളം നിയമത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ശത്രുവിനെ നേടണമെന്നാണ് എന്ന് എഴുതിയിരിക്കുന്നത്. നിയമത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? അല്ല ശത്രുവിന് പണി കൊടുക്കണമെന്നല്ല എഴുതിയിരിക്കുന്നത്, ശത്രുവിനെ നേടണമെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ 1 വീണോടുകൂടി നീ നേരെ കറങ്ങിത്തിരിഞ്ഞ് പാമ്പ് നിന്നെ 98 വിഴുങ്ങുന്നു. എടുത്ത തീരുമാനത്തിൻ്റെ ഇത് വരുന്ന പെശക 98 നേരെ വന്ന് 2 സ്വാഹ, തീർന്ന പരിപാടി. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? ഇനിയിപ്പോൾ നീ പിടികൊടുത്ത് ദൈവത്തിന്, ഇനിയിപ്പോൾ നീ എളിമപ്പെടണം. കർത്താവ് സാഹചര്യം സമ്മർദ്ദം കൊണ്ടും മനുഷ്യൻ്റെ ഒരു ബലഹീനത കൊണ്ടും മറ്റുള്ളവരുടെ ഉപദേശം കൊണ്ടും, കാര്യം വചനം പറയുന്ന ഏറ്റവും വലിയ സംഭവമാണ് വിജാതിയുടെ ഉപദേശം നീ സ്വീകരിക്കരുതെന്നാണ്. പൗലോസ് ചോദിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ജ്ഞാനിയായിട്ടുള്ള ആരും ഇല്ലേ? നിങ്ങൾ എന്തിന് വിജാതിയരുടെ വിജാതിരെന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? ക്രിസ്തുവിനെ അറിയാത്തവരുടെ ഉപദേശങ്ങൾ നീ സ്വീകരിക്കുമ്പോൾ നീ എന്താ ഉദ്ദേശിക്കണത്? ക്രിസ്തുവിനെ നീ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ വിഷയം കൈകാര്യം ചെയ്യാൻ പോണത്. ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് പിന്നെ നീ കെട്ടിയെടുത്ത് എന്താ ക്രിസ്ത്യാനി ആയത്? അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ ജീവിക്കണേ എന്തിനാണ്? ഇതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നീ എപ്പോഴും ഇതിനെ ബൈൻഡ് ചെയ്ത് പോകണം. എന്താണ്? പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. പിന്നെ എന്ത് ചെയ്യണം? തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. ഇത് നമ്മൾ ചെല്ലാറില്ലെന്ന് ചോദിച്ചാൽ ചെല്ലാറുണ്ട്, പക്ഷേ നമ്മളവിടെ ഉണ്ടാവത്തില്ല. അതാണ് പ്രശ്നം. ദ പ്രസൻസ് ഓഫ് ദി റിസൈറ്റർ പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മളത് ചെല്ലാറുണ്ട്, ചെല്ലാത്ത ആൾക്കാരുണ്ട്. സ്വർഗ്ഗസ്ഥനായ പിതാവ് എപ്പോഴും ചെല്ലണമല്ലേ? ചെല്ലും, പക്ഷേ വിൽ നോട്ട് ബി ദെയർ.
നമ്മളവിടെ ഉണ്ടാവത്തില്ല. എന്താ കാര്യം? സ്വർഗ്ഗസ്ഥനായ പിതാവ് ചെല്ലുമ്പോൾ എന്താണ് ചെല്ലണം നമുക്ക് അറിയത്തില്ല, എന്തിനാണ് ചെല്ലണമെന്ന് അറിയാൻ പാടില്ല. പണ്ടുപോലെ കഴിഞ്ഞ് പഠിച്ചു വെച്ച സാധനങ്ങൾ എന്നെ അറിയാതെ 1 2 2 2 4 എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പട്ടിക ക്രിസ്ത്യാനിയാണിത്. പട്ടിക ജാതി എന്ന് പറയത്തില്ല, അങ്ങനെ പറഞ്ഞാൽ ജയിലിൽ വരെ പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ പട്ടിക ക്രിസ്ത്യാനിയുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പട്ടിക പോലെ പ്രാർത്ഥിച്ചിട്ട് അയാൾ അവിടെ ഇല്ല, അതാണ് പ്രശ്നം. അയാൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഹീസ് നോട്ട് പ്രസൻറ്റ് ദെയർ, ഹീസ് നോട്ട് നോയിങ് അബൌട്ട് ഇറ്റ്. എന്നുവെച്ചാൽ എന്താ പ്രാർത്ഥിക്കണത്? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. കാര്യം നീ ഞങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന രീതിയിലുള്ള അവസ്ഥകളിൽ, നീ ഞങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു രീതിയിലുള്ള അവസ്ഥകളിൽ ഞങ്ങൾ കൊണ്ട് എത്തിക്കരുതേ. എന്തുകൊണ്ടാണ് അങ്ങനെ എത്തിപ്പോണത്? ദൈവത്തെ അറിയാൻ പാടില്ലാത്തവർ നിങ്ങളുടെ കൂടെ നടക്കുന്നതുകൊണ്ടാണ്. നമ്മളെപ്പോഴും നമ്മുടെ കോളേജിലായാലും ശരി, നിങ്ങളുടെ ആശുപത്രിയിലായാലും ശരി, സ്കൂളിലായാലും ശരി, നിങ്ങളുടെ കൂട്ടുകാരാണെന്ന് നോക്കണം. ചിലപ്പോൾ 2-3 ആഘോഷം കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ലാതെ ഈ കഴുകൻ ഉള്ള ശവം മുഴുവൻ തിന്നിട്ട് പൗഡർ ഇട്ട് കുളിച്ച് നടക്കുന്ന കഴുകന്മാരില്ലേ, അതുപോലെയുള്ള വ്യക്തിയായിരിക്കും നിൻ്റെ കൂട്ട്. അതോടുകൂടി അവൾ പറയണതെല്ലാം നിനക്ക് വേദപ്രമാണമായിട്ട് ക്രമേണ നീ കർത്താവിൽ നകന്നു പോകും. എന്താ കാര്യം? നിൻ്റെ കൂടെ ഉള്ളത് ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് ജീവിക്കുന്ന പൈശാചിക സാന്നിധ്യമുള്ള സാക്ഷ്യത്തിൻ്റെ ആളാണ്. അതുകൊണ്ട് നീ ആരുടെ കൂടെയാണ് സഞ്ചരിക്കുന്നത്, ആരാണ് നിൻ്റെ കൂട്ടെന്ന് മനസ്സിലാക്കണം. ഒരു കാര്യമുള്ളത് നീ മനസ്സിലാക്കേണ്ടത്, ഏത് കൂട്ട് എങ്ങനെ ഉണ്ടാക്കിയാലും, ഞാൻ ഇടക്കിടക്ക് സിമിത്തേരി പോണ ആളാണ്. ഇടവകി ഇരിക്കുമ്പോൾ രാത്രി 1 മണിക്കൊക്കെ സിമിത്തേരി പോകും, നിലാവുള്ള ദിവസം. കാര്യം സിമിത്തേരി പോലെ ഒരു സർവകലാശാല വേറെ നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമിയിലില്ല. ഒരു ധ്യാനകേന്ദ്രമാണ് സിമിത്തേരി എന്ന് പറയുന്നത്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ എല്ലാം മനസ്സിലാകും, നമ്മുടെ ടെൻഷൻ എല്ലാം മാറും, നമ്മുടെ എന്തെങ്കിലും മത്സരങ്ങളുണ്ടെങ്കിൽ അത് മാറും, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഓവർ വ്യഗ്രത ഉണ്ടെങ്കിൽ മാറും. കാര്യം എന്ത് വ്യഗ്രത എടുത്തെടുത്താലും അവസാനം ഇവിടെ വന്ന് വീഴും. എന്താ വ്യത്യാസം പറയണത്? ഒരു 5-10 റീത്ത് കൂടുതൽ കിട്ടും, അത്രയേ ഉള്ളൂ. മനുഷ്യർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 10 റീത്ത് നീ കുറച്ച് ആൾക്കാരുമായിട്ട് ബന്ധമുള്ളതാണെങ്കിൽ ഈ റീത്ത് തരവന്മാർക്കൊന്നും നിന്നോട് അത്ര താല്പര്യമൊന്നുമില്ല. പക്ഷേ റീത്ത് എണ്ണണ ആൾക്കാരുണ്ടല്ലോ വീട്ടിലേ, റീത്ത് എണ്ണി നോക്കും, അതെല്ലാം വരെ റീത്ത് വെച്ചിട്ടുണ്ടെന്ന് നോക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരുടെ വായിൽ പുട്ടടിക്കാൻ വേണ്ടിയാണ് റീത്ത് ഉളന്ന് വെക്കണത്. എല്ലാവരും അല്ല, കുറേ ആൾക്കാർ. എന്നിട്ട് റീത്തിന് എന്താ സംഭവിക്കുന്നത്? നമ്മൾ കുഴിയാഴ്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ ഓഫീസ് അനാഥ ചെല്ലാൻ വേണ്ടി ചെല്ലുമ്പോൾ ഞാൻ പറയും, കപ്പനെ അത് അഴുകിയില്ല, പൂവൊക്കെ അഴുകിയില്ല, എടുത്തുകൊണ്ട് തെമ്മാടിക്കുഴി കളയെന്ന് പറയും. അത്രയേ ഉള്ളൂ സാധനം. നീ വലിയ ആനക്കാരെ കൊണ്ടുനടന്ന ബന്ധങ്ങളൊക്കെ തെമ്മാടിക്കുഴിയായിട്ട് പാഴ്സലായിട്ട് പോകണത് കാണാൻ പറ്റും. ഇതെല്ലാം നീ ദൈവത്തെ മറന്നുണ്ടാക്കിയ മുതലാണ്. ഇത്തരം മുതലും കൊണ്ട് നടക്കുമ്പോഴേ കർത്താവിനെ മിസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കട്ടെ, വലിയ ബോധ്യങ്ങൾ നൽകി ഞങ്ങളെ ആശീർവദിക്കുന്നതിന് പറയുന്നു. പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം, അതായത് ദൈവവുമായിട്ടുള്ള ബന്ധം ഏറ്റവും വലിയ പ്രലോഭനത്തിന് എന്താണെന്ന് അറിയാമോ? ഇപ്പോൾ ഏറ്റവും മനുഷ്യനുണ്ടാകുന്ന പ്രലോഭനമല്ല, ഏറ്റവും വലിയ നഷ്ടമെന്ന് പറയുന്നത് എന്താ? വാട്ട് ഈസ് എ ഗ്രേറ്റ് ലോസ് ഹാപ്പൻ ടു ദി ഹ്യൂമാനിറ്റി? ഒരു വ്യക്തിക്ക് സംഭവിക്കാൻ പറ്റിയ, ഒരു പേഴ്സൺ സംഭവിക്കാൻ പറ്റിയ ഏറ്റവും ഗ്രേറ്റ് ലോസ് എന്താ? ഏറ്റവും വലിയ ലോസ് എന്ന് പറയുന്നത് പലപ്പോഴും ദൈവത്തെ നഷ്ടപ്പെടുന്നതാണ്. പക്ഷേ എപ്പോഴാണത് ലോസാകുന്നത്? നമുക്കത് തോന്നണം. എപ്പോഴും ഒരു അപകടം സംഭവിക്കുന്നത് എന്താണ്? ദൈവത്തെ നഷ്ടപ്പെട്ടാൽ അതറിയാത്ത ഒരവസ്ഥ വരും. അതാണ് ഏറ്റവും വലിയൊരു മനുഷ്യൻ്റെ ദുരന്തം. ദൈവത്തെ നഷ്ടപ്പെട്ടു, പക്ഷെ നമുക്ക് അറിയത്തില്ല, നഷ്ടപ്പെട്ട കാര്യം അറിയത്തില്ല. ആദ്യകാലങ്ങൾക്ക് അറിയും, പിന്നെ അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ലെവലാണ്. ലെവലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ക്രൈസിസ്, ഒരു ഹെവി ഡ്യൂട്ടി വിഷയം വരുമ്പോഴാണ് നീ പഠിക്കാൻ പോണത്. നിന്നെ ദൈവത്തിന് തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ദൈവം നിനക്കൊരു ഹെവി ഡ്യൂട്ടി വിഷയം തരും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു ഇവിടെ. അവരുടെ പേര് ട്രീസാണ് മറ്റൊന്നാണ്. എനിക്ക് അവിടെ സാക്ഷ്യം വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. നിങ്ങളത് യൂട്യൂബിൽ നോക്കണേ. അവിടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ 38 വർഷമായിട്ട് ഇവർക്ക് ബ്ലീഡിങ് ആണ്. 38 വർഷമായിട്ട്. അതായത് ഒരു ചെടുത്തി അവർക്കൊരു 10 45 50 വയസ്സ് കാണുമായിരിക്കും. അങ്ങനെ അവർക്ക് 38 വർഷമായിട്ട് ബ്ലീഡിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ തന്നെ പീരീഡ്സ് ആണെങ്കിൽ തന്നെ ഒരു 2 3 4 5 ദിവസം കഴിഞ്ഞാൽ ആൾക്കാർ അടുക്കൽ ഭാഷത്തിൽ ഒരു അച്ഛാ ഒന്ന് പ്രാർത്ഥിച്ച് ബ്ലീഡിങ് നിൽക്കണില്ലെന്ന് പറയും. കാര്യം വെച്ചാൽ എന്താ പ്രശ്നം വെച്ചാൽ അവർക്ക് മനസ്സിലായി സംതിങ് മിസ് ചെയ്തിട്ടുണ്ടെന്നറിയാം. ഇതെല്ലാം കർത്താവിൻ്റെ കയ്യിലുള്ള കാരണം ഞാനപ്പോൾ തന്നെ മുട്ടയ്ക്കാൻ പറയും, ബ്ലസ് ചെയ്ത് അത് പ്രാർത്ഥിച്ചു വിടും. എന്താ പ്രശ്നം വെച്ചാൽ ഇവർക്ക് 38 വർഷമായി ബ്ലീഡിങ്. അപ്പോൾ അവരെന്തുമാത്രം സഫർ ചെയ്യുന്നുണ്ടാകും ഒരു ദിവസം. പക്ഷേ ഇങ്ങനെ സഫർ ചെയ്യുമ്പോൾ ഇവരുടെ ഒരു പ്രശ്നം, ഈ ട്രീസ്റ്റാരുടെ ഒരു പ്രശ്നം,
ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ വേദനയൊക്കെ ഉണ്ട്, അടിവയറ്റിലൊക്കെ വേദനയുണ്ട്, പെരിപ്പുണ്ട്, പൊക്കച്ചിലുണ്ട്, പലതരത്തിലുള്ള വിഷമങ്ങളുണ്ടെങ്കിലും ഇതൊന്നും ഇവരുടെ ആധ്യാത്മികതയെ ബാധിക്കണില്ല. ഈ മാസം കേട്ട ഏറ്റവും നല്ല സാക്ഷ്യങ്ങളൊന്നാണ്. കാര്യം നിങ്ങൾക്കറിയാമല്ലോ, അതായത് അടിവയറ്റ് വേദനയും ചുരിച്ചിലും പുകച്ചിലും ഒക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും ഇവരുടെ പ്രാർത്ഥനാ ജീവിതത്തെ ബാധിക്കണില്ല. കാര്യം എന്താണ്? ഇവർ ഡെയിലി കമ്മ്യൂണിക്കൻ്റാണ്. അതായത് എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകും. അപ്പോൾ അവർ സാക്ഷ്യം പറയണേ, ഇടയ്ക്ക് എനിക്ക് വേദന അടിവയറ്റിങ്ങനെ ചുഴന്ന് കുത്തണ കറക്കിത്തിരിക്കണ വേദന വരും. അപ്പോഴും ഞാൻ പതുക്കെ നടന്ന് കർത്താവിൻ്റെ അടുത്ത് പോകും. അത് കേൾക്കണം ആ സാക്ഷ്യം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഞാനോർത്ത് ദൈവമേ, ഒരു കാര്യം സത്യം കേട്ടോ, അതായത് നമ്മുടെ ചില ചേച്ചിമാരൊക്കെ സ്വർഗത്തിലെത്തുമ്പോൾ അല്പം സമസ്തുതി പറയും. കാര്യം അതൊക്കെ മേലെയാണ് ചില ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശ്വാസത്തിൻ്റെ വഴികളിൽ വീരരക്തസാക്ഷികളായ വ്യക്തികൾ കേരള സഭയുടെ ആസ്തിയാണ്. അതല്ലേ ഇപ്പോൾ സഭയിൽ ഇത്തിരി ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടും സഭ ഇങ്ങനെ അടിച്ചുപിടിച്ചിരിക്കുന്ന കാര്യം എന്താണ്? ഇങ്ങനെ കുറേ കുടുംബക്കാരുണ്ട് വീട്ടിൽ, ദൈവമേ സഭയെന്നും പറഞ്ഞ് ജീവിക്കുന്നവർ. അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ് സഭയുടെ വിശുദ്ധിക്ക് വേണ്ടി ഒരു കാഴ്ച വെക്കുന്നത്. എന്താ കാര്യം എന്നറിയാവോ? ഈ ഒന്ന് സ്തുതിച്ച മക്കളെ, സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അതായത് കൊളോസിയ ലേഖനം 1:24 ഒരു അടിപൊളി വചനമുണ്ട്. എന്താ പറയണത്? ഒന്ന് ഏറ്റു പറഞ്ഞ്, നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികർത്തുന്നു. അപ്പോൾ ഓരോരുത്തരുടെ വേദനയില്ലേ, ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഓരോ തരത്തിലെ ശാരീരിക വേദനകളെല്ലാം എന്തിനു വേണ്ടിയാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്? വിശുദ്ധ പൗലോസ് സഭയാകുന്ന ശരീരത്തെ പ്രതി യേശുക്രിസ്തു സഹിച്ച പീഡകളുടെ കുറവ്. സഭയാകുന്ന ശരീരം എന്ന് പറയുമ്പോൾ സഭയ്ക്ക് നമുക്കറിയാമല്ലോ, ഈശോയ്ക്ക് 2 ശരീരമുണ്ട്. ഒന്ന് മൗലിക ശരീരം, ഈശോ തന്നെയാണ് മൗലിക ശരീരം, സഭയുടെ ശിരസ് അല്ലേ. നമ്മുടെ സഭ നമ്മളെന്താണ്? ഭൗതിക ശരീരം, ബോഡി. നമ്മളെ ബോഡിയും കർത്താവ് നമ്മുടെ ശിരസ്സും അല്ലേ. അപ്പോൾ ഈ സഭയാകുന്ന ശരീരത്തെ പ്രതി ക്രിസ്തുവിനുണ്ടാകുന്ന സഭയാകുന്ന ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ്. അപ്പോൾ പീഡകൾക്ക് കുറവ് എങ്ങനെ ഉണ്ടാകണത്? സഭയാകുന്ന ശരീരം എന്ന് പറയണത് കാലത്തിനൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. യു ഗോട്ട് ദ പോയിന്റ്, മനസ്സിലായില്ലേ? ഈ സഭയാകുന്ന ശരീരത്തിനെ പ്രതി സഭയാകുന്ന ശരീരം ഇപ്പോൾ 2022 കൊല്ലം കൊണ്ട് സഞ്ചരിച്ചു കഴിഞ്ഞു. ഇനിയും ആയിരക്കണക്കിന് കൊല്ലം സഭയാകുന്ന ശരീരം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഈ സഭയാകുന്ന ശരീരത്തിന് പ്രതി യേശുക്രിസ്തു അനുഭവിച്ച പീഡകളുടെ കുറവ് ആരാണ് അനുഭവിക്കേണ്ടത്? വിശ്വാസികളാണെന്നാണ് പറയണത്. അതാണ് സംഭവം. ഈ മറ്റു ട്രീസായൊക്കെ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ച ഇതാണ്. മറ്റു ട്രീസ അതായത് അവർക്കിങ്ങനെ ബ്ലീഡിങ് ഇങ്ങനെ ധാരയായിട്ട് നിൽക്കുമ്പോഴും ധാര തന്നെയില്ല, ഒരിക്കലും ഇവരിങ്ങനെ താടി മേശയിലിങ്ങനെ വെച്ചുകൊണ്ട് അച്ഛൻ്റെ ഈ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ധ്യാനം അത് ചൊവ്വാഴ്ച ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാനോർക്കും ഈ മനുഷ്യന്മാർ അതായത് ആദ്യ ചൊവ്വാഴ്ച ധ്യാനം ഇവർ കൂടണം. ഈ ബ്ലീഡിങ് ഉള്ള രോഗി എങ്ങനെ കൂടണത്? അവർ മേശയുടെ അരികിൽ മുട്ടയിൽ നിന്നിട്ട് മൊബൈൽ ഓൺ ചെയ്ത് വെച്ചിട്ട് കൈ പരിശുദ്ധ കുർബാന നിൽക്കുന്ന പോലെ കൈ കുപ്പിക്കൊണ്ടാണ് ഈ മറ്റു ട്രീസ ഈ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു മെസ്സേജ്. എന്താ കാരണത്? 38 കൊല്ലമായിട്ട് രോഗമുണ്ടായിരുന്ന ഒരു സ്ത്രീയെ കർത്താവ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ ഇവിടെ ഇരിക്കണം, ഞാൻ ഇവിടെ ഇരിക്കണം, എൻ്റെ പുറകിൽ അമ്മ നിൽക്കണം. ഇവർ ട്രീസ എവിടെയോ, അവരെവിടെയാണ് മറ്റൂര്, അതെവിടെ നിൽക്കണത്? എവിടെയാണ് അത്? അങ്കമയ്യ. അവിടെയാ. അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുകയും അവരിപ്പോൾ അങ്കമാലിലല്ല അമേരിക്കയിലായാലും യേശുവിനെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ്? അരികിൽ തന്നെയാണ്. അവർ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പറയുന്നത് കണ്ട, അവൾ ബ്ലീഡിങ് ആയിട്ട് പോലും മുട്ട എന്ന് പ്രാർത്ഥിക്കുകയും എന്നിട്ട് എനിക്ക് മെസ്സേജ് തരും. അവളെ ഞാൻ ഹീലാക്കിയിട്ടുണ്ട്, അത് അവളോട് പറയാൻ പറയും. അവളെ ഞാൻ ഹീലാക്കിയിട്ടുണ്ട്, അവളോട് പറയാൻ പറയും. അപ്പോൾ എനിക്ക് ട്രീസായുടെ ഫിഗർ കിട്ടും. ഞാൻ പറഞ്ഞു ഇങ്ങനെ വയറ്റിൽ നിന്ന് ഒരു കല്ല് പോലൊരു സാധനം വരണം. വയറ്റിൽ നിന്ന് കല്ല് പോലൊരു സാധനം വരുന്നു. അതിൻ്റെ വേദന പുകച്ചിരി ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നു. എന്നിട്ട് അത് ചുങ്ങിപ്പോകുന്നു. എന്നിട്ട് ആ വേദന അത് പൂർണ്ണ ഒരു തൊലി ഇങ്ങനെ മാറ്റിയിട്ട് ആ കല്ല് മാറ്റുന്നതായിട്ട് ഈശോ കാണിച്ചു.
ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഓപ്പറേഷൻ വേണ്ടി വരും, അതിന് ആ വ്യക്തി ഓപ്പറേഷൻ വിധേയമായിട്ട് ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് റിലീവ്ഡ് ആകാൻ പറയും. അപ്പോഴും മനസ്സിലായപ്പോൾ അവർക്ക് മനസ്സിലായി. അവരിങ്ങനെ താടിയൊക്കെ മേശപ്പുറത്ത് വെച്ചിട്ട് ഈ പ്രസംഗം കേട്ടോണ്ട് ധ്യാനം കേട്ടോണ്ട് ഇരിക്കുക, ഭക്തിയോടെ ഇരിക്കുക. അപ്പോഴാണ് അവളുടെ കാര്യം ഈശോ പറയണത്. അവളുടെ കാര്യം ഈശോ പറയണത് എന്താ പറയണത്? അവളുടെ വയറ്റിൽ നിന്നൊരു കല്ല് പോലെ ഒരു സാധനം വരുന്നത് വെച്ചപ്പോൾ 2 ദിവസത്തിന് മുമ്പ് ഈ സാധനം വന്നു. വയറ്റിൽ നിന്ന് യൂട്ടസിൽ നിന്ന് ഇറങ്ങിയിട്ട് ജനനേന്ദ്രത്തിൽ കൂടി പുറത്തേക്ക് വരികയാണ് കല്ല്. അപ്പോൾ വല്ലാത്ത വേദനയാണ്. എന്നാൽ കല്ലല്ല ശരിക്കും പറഞ്ഞാൽ ഒരു കടുത്ത ഒരു വിരൽ പോലെ ഇരിക്കുന്ന, ഞാൻ കൃത്യമായിട്ട് കാണിച്ചൊക്കെ പറയുന്നുണ്ട്, വിരൽ പോലെ ഇരിക്കുന്ന ഒരു വസ്തുവാണ് ഇറങ്ങി വരുന്നത്. അപ്പം അത് എത്രയും വേഗം ഓപ്പറേറ്റ് ചെയ്ത് മാറ്റാൻ ഈശോ പറയുകയാണ്. അപ്പോൾ വെച്ചാൽ ഒരു വ്യക്തിയുടെ വളരെ പ്രൈവറ്റായിട്ടുള്ളൊരു വിഷയമാണത്. അതുപോലും ഈശോ എത്ര ശ്രദ്ധയോടെയാണ് ഇരിക്കണത്. പക്ഷേ എന്തുകൊണ്ടാണ്? ട്രീസായുടെ നിലവാരമാണത്. അവളതിന് പേയ്മെൻറ്റ് ചെയ്യാൻ തയ്യാറാണ്. അവൾ ഈ ബ്ലീഡിങ് വെച്ചുകൊണ്ട് അവൾ ഈ ആരാധന കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈശോ എന്ന് വെച്ചാൽ അവൾക്ക് ഈശോ തന്നെയാണ്, വേറെ ഒന്നുമല്ല. നമുക്ക് ഈശോ എന്ന് പറയുമ്പോൾ നമ്മുടെ കാര്യം സാധിച്ചിട്ട് പിന്നീട് യൂസ് ആൻഡ് ത്രോ ആയിട്ട് എറിഞ്ഞു കളയാൻ പറ്റിയ എന്തോ സാധനമാണ്. അതാണ് വിഷയം. പല ആൾക്കാർക്ക് അടിപ്പം പറ്റിയിരിക്കണ ഇതാണ്. എല്ലാവർക്കും അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. ആ അനുഗ്രഹിക്കണ ആ സമയത്തൊക്കെ എല്ലാം വലിയ പഞ്ചപുച്ച ഉടച്ച് ഒച്ചാനിച്ച് കർത്താൻ്റെ കൂടെ ഇങ്ങനെ ഈ നമ്മൾ വീട്ടിൽ വളർത്തുന്ന പട്ടി നക്കി വാലാട്ടിക്കൊണ്ട് നടക്കുന്ന പോലെ ഒരാഴ്ച വാലാട്ടിക്കൊണ്ട് നടക്കും. അതിനുശേഷം ഗുഡ് ബൈ പറയും. അവരവിടെ വഴിയായി, അവിടെ രീതിയായി, അവിടെ പഴയ മനുഷ്യനായി. അപ്പോൾ ഇങ്ങനെ വരണ കൊണ്ട് പക്ഷേ ട്രീസ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും ഉടമ്പടി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉടമ്പടി ചെയ്യുമ്പോഴും ഇത്രയും വലിയ വിഷയം ചെയ്യുമെന്ന് ഈ ട്രീസക്ക് അറിയത്തില്ല. പക്ഷെ അറിഞ്ഞാലും അറിഞ്ഞാലും ഈ ഉടമ്പടി ധ്യാനം മനസ്സുറച്ചവർ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, എന്താണ് ഇവിടെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അവൾ ഇനി വേദനിക്കേണ്ട കാര്യമില്ല, അവളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കും.